ഓക്കെ, ഇനിയും നമുക്ക് നോക്കാനുള്ളത് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്ന അപ് ടു 14 ഇലക്ട്രോൺസ് വരെയുള്ളതിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആയിരുന്നു. ഇനി 14 ഇലക്ട്രോൺസിൽ കൂടുതൽ എണ്ണമുള്ള സിസ്റ്റംസ് വരുന്നുണ്ട്, മോളിക്കുലർ സിസ്റ്റംസ് വരുന്നത്. മോർ ദാൻ 14 ഇലക്ട്രോൺസ് ഉള്ള ഉള്ള സ്പീഷീസ് വരുന്നു. അപ്പൊ അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അത് ചെറിയൊരു വ്യത്യാസമുണ്ട്. ദാറ്റ് ഈസ് ആദ്യം നമ്മൾ സിഗ്മ 1s, sigma star 1s, then sigma 2s, sigma star 2s, and then comes sigma 2pz. Okay, then pi 2px and pi 2py, both of them have the same energy, and then comes pi star 2px and pi star 2py. These two antibonding molecular orbitals also has the same energy, and then lastly it comes sigma star 2pz. Okay, ഇതാണ് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ഓർഡർ വരുന്നത്. 14 ഇലക്ട്രോൺസ് വരെയുള്ളതിന് ഈ 2p സിഗ്മ 2pz ഓർബിറ്റൽ എന്ന് പറയുന്നത് pi 2pxന്റെയും pi 2pyയുടെയും കഴിഞ്ഞിട്ട് ഇവിടെ ആയിട്ടായിരുന്നു വന്നിരുന്നത്. പക്ഷേ ഇവിടോട്ടായിരുന്നു വന്നിരുന്നത്. പക്ഷേ മോർ ദാൻ 14 ഇലക്ട്രോൺസ് ആണെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏത് ഓർഡറിലായിരിക്കണം? ഈ ഒരു രീതിയിലായിരിക്കും. ഇതിന്റെ എനർജി ഇൻക്രീസിംഗ് ഓർഡറിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. എനർജി ഇൻക്രീസിംഗ് ഓർഡർ ഈ രീതിയിൽ നിൽക്കും. ഓക്കെ, അതിന്റെ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം ഈ രീതിയിലായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഓക്സിജൻ മോളിക്യൂൾ തന്നെ എടുക്കാം. ഓക്സിജൻ മോളിക്യൂളിനകത്ത് 16 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പം ഇത് ദിസ് റെപ്രസെന്റ്സ് അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് one oxygen atom, and this represents atomic orbitals of another oxygen atom. Okay, ഇവിടെ നമുക്ക് മൂന്നെണ്ണം ഉണ്ട്. ഒരു ഓക്സിജൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? 8 ഇലക്ട്രോൺസ് ആണുള്ളത്. ദാറ്റ് ഈസ് 1s2, 2s2, 2px2, 2py1, 2pz1. 4, 2, 8. Okay, this is the electron configuration of oxygen. So നമുക്ക് അത് കൊടുക്കാം. 1s2, 2s2 and 2px1. Sorry, 2px2, 2py1 and 2pz1. Here also ഈ ഓക്സിജൻ ആറ്റത്തിന്റെ നമുക്ക് 1s2, 2s2, then 2px2, 2py1 and 2pz1. ഇവരെന്ത് ചെയ്തു? ഈ രണ്ട് ഓക്സിജൻ ആറ്റത്തിന്റെ അറ്റോമിക് ഓർബിറ്റൽസ് ലീനിയർലി കമ്പൈൻ ചെയ്തു. ഓക്കെ, then അതിന്റെ as a result of this linear combination bonding and anti-bonding molecular orbitals result ചെയ്തു. അതിന്റെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജിയിൽ പ്ലേസ് ചെയ്തിരിക്കുകയാണ് MOs മോളിക്കുലർ ഓർബിറ്റൽസ്. ഇനി നമുക്ക് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം? താഴത്തേത് 1s ഇലക്ട്രോൺ. അപ്പൊ ഇവിടെ ടോട്ടൽ 4 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ സിഗ്മ 1s 2 ഇലക്ട്രോൺസ് കയറി, സിഗ്മ സ്റ്റാർ 1s 2 ഇലക്ട്രോൺസ്, 4 അവിടെ ഫിൽ ചെയ്തു. സിഗ്മ 2s 2s കൂടെ ചേർന്നിട്ട് വരുമ്പോഴത്തേക്കും സിഗ്മ 2s 4 ഇലക്ട്രോൺസ് വേണം. അഗെയിൻ നമുക്ക് ഈ രീതിയിൽ തന്നെ ഫിൽ ചെയ്തു. ദെൻ ഇവിടെ എത്രയായി? ഇവിടെ 4 4 8 ഇലക്ട്രോൺസ്. എങ്ങനെ 8 ഇലക്ട്രോൺസിനെ ഫിൽ ചെയ്യുന്നത്? സിഗ്മ 2p 2 ഇലക്ട്രോൺസ് ഓക്കുപൈ ചെയ്തു. സിഗ്മ pi 2px, this is pi 2py, ഇവർ ഓരോ ഇലക്ട്രോൺസിനെ വെച്ചു. പിന്നെ അവരുടെ എനർജി കുറവാണല്ലോ, ഇതിനെക്കാട്ടിലും കുറവായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അടുത്ത 2 ഇലക്ട്രോൺസ് ഇവിടെ ഫിൽ ചെയ്തു. ഓക്കെ, ദെൻ അപ്പോഴും 6 ആയിട്ടുള്ളൂ. നമുക്ക് 8 ഇലക്ട്രോൺസ് ഉണ്ട്. പിന്നെ എങ്ങോട്ട് പോയി? pi star 2p x ആൻഡ് pi star 2py കയറി. അപ്പം എന്താണ്? ആദ്യം സിംഗിളി ഓക്കുപൈ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? പെയറിങ് നടക്കത്തുള്ളൂ. നോക്കാം, ഇവിടെ അൺപെയർഡ് ആയിട്ട് നിൽക്കുകയാണ് അല്ലെ. pi star 2pxും pi star 2pyയും രണ്ട് ഓർബിറ്റൽസിനും സെയിം എനർജി ആയതുകൊണ്ട് അത് സിംഗിളി ഓക്കുപൈഡ് ആയിട്ട് നിൽക്കണം. അപ്പൊ ടോട്ടലി
ടോട്ടലായിട്ട് 8 ഇലക്ട്രോൺസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. Okay, so the electron configuration we can write like this: sigma 2s2, sigma star 2s2, 2p, sigma 2p z2, pi 2p x2, pi 2p y2, and pi star 2p x1, and pi star 2p y1. And there will be no electrons in the sigma star 2p z orbital. So അത് നമുക്ക് തൽക്കാലം അത് മായ്ക്കാം. Okay. Now calculate the bond order, which is equal to half of number of electrons in the bonding molecular orbitals minus number of electrons in the anti-bonding molecular orbitals, which is equal to 1 by 2. എത്ര വരുന്നുണ്ട് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസിനകത്ത്? 2, 4 അല്ലേ? 2, 4, 6, 8, 10 അല്ലേ? 10 electrons in the bonding molecular orbitals and number of calculate the number of electrons in the anti-bonding. 2, 4, 5, 6 അല്ലേ? 6, 10 minus 6. Okay, that is 4 by 2, which is equal to 2. So the molecule oxygen molecule can be represented as O double bond O. മനസ്സിലായല്ലോ? ഇതിനകത്ത് നോക്കുക, since it contains unpaired electron, the molecule is paramagnetic in nature. Paramagnetic in nature. Why? Because it contains unpaired electrons. Okay, so this is the case with the oxygen molecule. Clear ആയല്ലോ? ഇനി മറ്റൊരു കേസ് നോക്കാം. O2 2 minus O2 2 minus എങ്ങനെ വരുന്നു എന്നുള്ളത്. O2 2 minus വരുമ്പോഴത്തേക്ക് എന്തായി? 16 ഇലക്ട്രോൺസിന്റെ കൂട്ടത്തില് 2 ഇലക്ട്രോൺസും കൂടെ അഡീഷണൽ ആയിട്ട് വന്നു O2 2 minus ആവുമ്പോ. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് വരുന്നു? ഇവിടെ ഇതെല്ലാം കറക്റ്റ് ആയി വന്നു. 2 ഇലക്ട്രോൺസും കൂടെ അഡീഷണൽ ആയിട്ട് വരികയാണ് അല്ലേ? ആ 2 ഇലക്ട്രോൺസ് എങ്ങോട്ടായിരിക്കും പോകുന്നത്? ഇവിടേക്ക് കയറും. മനസ്സിലായോ? ഈ പൈ സ്റ്റാർ 2p എക്സിലും പൈ സ്റ്റാർ 2p വൈയിലേക്കും കയറും ഈ 2 ഇലക്ട്രോൺസ്. സോ ഇവിടെ ബോണ്ടിങ് ഇലക്ട്രോൺസിന്റെ എണ്ണത്തിൽ ചേഞ്ച് വരത്തില്ല, പക്ഷെ ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺസിന്റെ എണ്ണത്തിൽ ചേഞ്ച് വരും. ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺസിനകത്ത് ഇവിടെ എന്തായി? 6ന് പകരം എന്തായി മാറി? 8 ആയി മാറും. Now the case is, it is 2 by 2, that is equal to 1. Now the species O2 2 minus will exist as എങ്ങനെയാണ്? ഓയും ഓയുടെ ഇടയിൽ എന്തായിരിക്കും? സിംഗിൾ ബോണ്ട് ആയിരിക്കും ഉണ്ടാവുന്നത്. ക്ലിയർ ആയല്ലോ? ആൻഡ് ദിസ് സിസ്റ്റം കണ്ടെയ്ൻസ്, ഇവിടെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്തു, 2 ആയി മാറി. So since this system does not has unpaired electron, this O2 2 minus species are diamagnetic in nature. മനസ്സിലായല്ലോ? It is diamagnetic in nature. കാരണം എന്താ? unpaired electrons ഇല്ല. O2 2 minus എന്താ? diamagnetic behavior ആണ് കാണിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത കേസിലേക്ക് പോവാം. ഹെട്രോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസ്. അതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ്. അപ്പം അതിന്റെ കോൺഫിഗറേഷൻ എഴുതുമ്പോഴത്തേക്കും നമ്മളിവിടെ ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റത്തിന് ഗ്രേറ്റർ എനർജിയും മോർ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റത്തിന് ലെസ് എനർജി ലെവലുമാണുള്ളത്. ഓക്കെ, അപ്പൊ മോർ ഇലക്ട്രോനെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ അറ്റോമിക് ഓർബിറ്റൽസ് എനർജി വൈസ് താഴെയായിട്ട് നിൽക്കും. ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ എനർജി ലെവല് മുകളിലായിട്ട് നിൽക്കും. അപ്പൊ ഈ ഒരു രീതി നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യണം. ഓക്കെ, ഇത് 16 ഇലക്ട്രോൺസിനും കൂടുതലുള്ള കേസാണ് വരുന്നത് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് സീ ദ എക്സാമ്പിൾ ഓഫ് NO. Nitric oxide. Nitrogen contains 7 electrons and oxygen contains 8 electrons. That means total 15 electrons.
അപ്പൊ അതിനകത്ത് നമുക്ക് 15 ഇലക്ട്രോൺസിനെ നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2. ഓക്കെ, ദെൻ 15 ഇലക്ട്രോൺസ് ആണ്, അതുകൊണ്ട് സിഗ്മ 2p z2 then pi 2p x2 then pi 2p y2. നോക്കിക്കേ, നോക്കിക്കേ, 2 4 6 8 10 12 14 then pi star 2p x1. ഓക്കെ, അപ്പം ഇവിടെ നമ്മുടെ ഈ സിഗ്മാസ് 1s സിഗ്മ സ്റ്റാർ 1s നമ്മൾ ഇവിടെ തൽക്കാലം കൗണ്ട് ചെയ്യുന്നില്ല. കാരണം അവരെന്തായി ഇത് രണ്ടും കൂടെ ചേർക്കുമ്പോഴത്തേക്കും നമുക്ക് ന്യൂട്രലൈസ് ചെയ്ത് പോകുന്ന രീതിയിൽ. ഓക്കെ, NB മൈനസ് NA എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ 0 ആയിട്ട് വരും. അതുകൊണ്ട് നമുക്ക് ഇത് തൽക്കാലം കൗണ്ട് ചെയ്യണ്ട, ബാക്കിയുള്ളത് മാത്രം നോക്കുക, തൽക്കാലത്തേക്ക് നോക്കുക. അപ്പം ഇതിനകത്ത് വരുന്നത് നൈട്രേറ്റിന്റെ കേസാണ്. ഇപ്പൊ NO എന്ന് പറയുന്ന മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ നൈട്രജൻ ഈസ് ലെസ് ഇലക്ട്രോനെഗറ്റീവ് and oxygen is more electronegative. So ഇവിടെ നമുക്ക് ഓക്സിജന്റെ ആറ്റോമിക് ഓർബിറ്റൽസും ഇവിടെ നൈട്രജന്റെ ആറ്റോമിക് ഓർബിറ്റൽസും. നൈട്രജന്റെ ആറ്റോമിക് ഓർബിറ്റൽസ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ രീതി 2s 2 ഇലക്ട്രോൺസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ രീതിയിലാണ് നൈട്രജൻ ആറ്റത്തിന്റെ നിൽക്കുന്നത്. നേരെ മറിച്ച് ഓക്സിജൻ ആറ്റത്തിന്റെ വരുമ്പോഴത്തേക്കും 2s2 ഓക്കെ, then 2p z2 2p x1 2p y1. ഓക്കെ, ഈ രീതിയിലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഇപ്പൊ രണ്ട് ടോട്ടലായിട്ട് 4 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കുപ്പൈ ചെയ്ത് ഇവിടെ ഓക്കുപ്പൈ ചെയ്തു, ഇവിടെ ഓക്കുപ്പൈ ചെയ്തു. ദെൻ ടോട്ടൽ എത്ര? 3 4 5 6 7 ഇലക്ട്രോൺസ്. അപ്പൊ ഇവിടെ ഇങ്ങനെ വന്നു. ദെൻ ഇവിടെ സിംഗിളി ഓക്കുപ്പൈ ചെയ്തു, നമുക്ക് ഡബ്ല്യു ഓക്കുപ്പൈ ചെയ്യാൻ പറ്റും, ഓക്കുപ്പൈ ചെയ്തു. ദെൻ 1. ഓക്കെ, അങ്ങനെ ആ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കഴിഞ്ഞു. ദെൻ യു ഹാവ് ടു കാൽക്കുലേറ്റ് ദിസ് ബോണ്ട് ഓർഡർ. ബോണ്ട് ഓർഡർ എത്രയായിട്ട് വരും? ദാറ്റ് ഈസ് ഹാഫ് ഓഫ് NB മൈനസ് NA which is equal to half of, ഇത് മാത്രം കൗണ്ട് ചെയ്താൽ മതി. 2 4 6 8 8 മൈനസ് 2 3 3 that is 5/2 which is equal to 2.5. അപ്പൊ ഇത് NO മോളിക്യൂളിനകത്ത് ഡബിൾ ബോണ്ടും ഒരു പാർഷ്യൽ ട്രിപ്പിൾ ബോണ്ട് ക്യാരക്ടർ ആണ് അവിടെ കാണിക്കുന്നത്. പാർഷ്യൽ ഒരു ട്രിപ്പിൾ ബോണ്ട് ക്യാരക്ടർ 2.5% അത് എന്താണ് ട്രിപ്പിൾ ബോണ്ട് നേച്ചർ ആണ് അവര് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് സിൻസ് ഇറ്റ് കണ്ടെയ്ൻസ് എ അൺപെയർഡ് ഇലക്ട്രോൺ, ദി സിസ്റ്റം ഈസ് പാരാമാഗ്നറ്റിക് ഇൻ നേച്ചർ. ഓക്കെ, പാരാമാഗ്നറ്റിക് ബിഹേവിയർ ആയിരിക്കും അവർ കാണിക്കുന്നത്. ആൻഡ് അതിന്റെ ബോണ്ട് ലെങ്ത് ഷോർട്ടർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു കേസാണ് ഇതിനകത്ത് വരുന്നത്. NO നൈട്രിക് ഓക്സൈഡ് മോളിക്യൂളിനകത്ത് വരുന്നത്. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് ഇഫ് ഇറ്റ് ഈസ് NO പ്ലസ് എന്നുള്ള സിസ്റ്റം വരുവാണെങ്കിലത്തേക്കും ഇതിനകത്ത് നമ്മുടെ -1 ആയി മാറും ഇല്ലേ? NO പ്ലസ്, NOയ്ക്കകത്ത് നമുക്ക് 15 ഇലക്ട്രോൺസ് ഉണ്ട്. NO പ്ലസ് വരുമ്പോഴത്തേക്കും contains only 14 ഇലക്ട്രോൺസ്. 14 ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഐസോ ഇലക്ട്രോണിക് വിത്ത് നൈട്രജൻ മോളിക്യൂൾ. ഓക്കെ, സോ അതിനകത്ത് ട്രിപ്പിൾ ബോണ്ടഡ് ആയിട്ട് N ട്രിപ്പിൾ ബോണ്ട് O പ്ലസ്. ദിസ് ഈസ് യുവർ അസൈൻമെന്റ്. ഓക്കെ, NO പ്ലസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി you have to draw the molecular orbital diagram of NO plus. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതുപോലെ തന്നെ NO മൈനസിന്റെ ദാറ്റ് ഇസ് അനദർ അസൈൻമെന്റ് ആണ് NO മൈനസ്. NO മൈനസിന്റെ ആണെങ്കിൽ എത്ര വരും? മൈനസ് ആകുമ്പോൾ 15+1 വരും. ദാറ്റ് ഈസ് 16 ഇലക്ട്രോൺസ് വരും. അതിന്റെ മോളിക്കുലർ ബിഹേവിയർ യു ഹാവ് ടു